അപ്പോൾ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്ന ഒരു ഒനിയൻ റൈസ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതാണ് 4 സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-12 കഷ്ണം വെളുത്തുള്ളി, കറുവപ്പട്ട, അതുപോലെ തന്നെ ഒരു സ്പൂൺ പെരിഞ്ജീരകം, ഏലക്ക, ഗ്രാമ്പൂ, നെയ്യ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല. അപ്പോൾ നമുക്ക് ഉരുളി അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. അതുപോലെ ഗ്രാമ്പു, ഏലക്ക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചെറിയ സ്പൂണിന് 1.5 സ്പൂണാണ്. അപ്പോൾ നമുക്ക് മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 3 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, നമുക്ക് ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കാം. 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയുടെയൊക്കെ പച്ചച്ചവ അങ്ങ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവോള വഴറ്റാനാണ് ഉപ്പിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ചോറിനും കൂടെ ഉള്ള ഉപ്പിട്ട് കൊടുക്കാം. ചോറിന് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പം നമുക്ക് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം വേണ്ട, ശകലം വെള്ളം മതി. നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ബിരിയാണി അരിയുടെ ചോറല്ല വേവിച്ച് വെച്ചിരിക്കുന്നത്, സാധാ അരിയുടെ ചോറാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ 6 പേർക്കുള്ള ചോറാണ് എടുത്തിരിക്കുന്നത്. ജീരക റൈസോ അങ്ങനത്തെ എന്തെങ്കിലും അരിയും കൊണ്ടും ഇതുപോലെ ഉണ്ടാക്കാം. നമ്മൾ വെള്ളയരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. നാരങ്ങനീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് തീ കുറച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഒനിയൻ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വാങ്ങി വെക്കാം. അപ്പം നമുക്കിത് വാങ്ങി വെക്കാം. അപ്പം നമ്മുടെ ഒനിയൻ റൈസ് ശരിയായിട്ടുണ്ട്.